നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരസഭ ചർച്ചയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിവെച്ചത്. അവിടുന്ന് തന്നെ തുടങ്ങുകയാണ്. ചർച്ചകൾ അവസാനിക്കുന്നില്ല. ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ ആരംഭിക്കേണ്ടതുണ്ട്. നിരവധി വികസന നേട്ടങ്ങൾ ചെയർപേഴ്സൺ പറഞ്ഞപ്പോൾ നിരവധി ആരോപണങ്ങളും പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും അതിനുള്ള മറുപടികൾ ചെയർപേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അത്തരം സമഗ്രമായ ചർച്ചയിലേക്ക് ചർച്ച തുടരുന്നു. ചെയർപേഴ്സൺ, അതായത് നിരവധി ആരോപണം, അതായത് കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തികൾ മാത്രമാണ്, അല്ലെങ്കിൽ വികസന നേട്ടമാണ് പറഞ്ഞത്. അതിൽ ഈ കഴിഞ്ഞ 4 വർഷത്തിൽ കാര്യമായ ഒന്നുമില്ല എന്നാണ് ഒരുപോലെ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. എങ്ങനെയാണ്? ശരി, 2015 മുതൽ 2025 പ്രവേശിച്ചിരിക്കുക. ഒരേ ചെയർമാൻ, ഒരേ ഇടതുപക്ഷത്തിൻ്റെ ഭരണം. ഒരേ ചെയർമാൻ, ഒരേ ഇടതുപക്ഷത്തിൻ്റെ ഭരണം. ഒരു ഭരണം എന്നത് ഏത് ഭരണമായി, UDFൻ്റെ ഭരണമായിക്കോട്ടെ, BJPയുടെ ഭരണമായിക്കോട്ടെ, കോൺഗ്രസിൻ്റെ ഭരണമായിക്കോട്ടെ, ഭരണം എന്നത് ഒരു തുടർച്ചയാണ്. ഒരു തുടർച്ച. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാൻ മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികളും അതുമാത്രമല്ല ഒരുപാട് നിയമക്കുരുക്കുകൾക്ക് ഇടയിൽ കിടന്നിരുന്ന പ്രവർത്തനങ്ങളാണ്. അതെല്ലാം കുരുക്കുകൾ അഴിച്ചുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങി. ആ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പലതും പല ഘട്ടങ്ങളിലാണ്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം. ഒരു ഫെഡറൽ സംവിധാനം എന്ന് വെച്ചാൽ കേന്ദ്രം അർഹമായ ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന് കൊടുക്കണം. സംസ്ഥാന വിഹിതം കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം. ഒരു തദ്ദേശ സ്ഥാപനം, ഇപ്പോൾ കുന്നംകുളത്ത് വരുമാനമുണ്ട്. കുന്നംകുളത്ത് മറ്റ് സ്ഥലങ്ങളിലെ പോലെയല്ല, മറ്റ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ കുന്നംകുളം നഗരസഭ അങ്ങനെയല്ല, നല്ല വരുമാനമുള്ള നഗരസഭ തന്നെയാണ്. ആ നഗരസഭയിൽ ഒരു തദ്ദേശ സ്ഥാപനം എന്ന് പറയുമ്പോൾ ആ തദ്ദേശ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളം, അവിടുത്തെ ജനപ്രതിനിധികളുടെ ഓണറേറിയം, മറ്റ് അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അതാണ് ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ വരുമാനം കൊണ്ട് ചെയ്യാൻ കഴിയും. മറ്റ് വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ സംസ്ഥാന വിഹിതം, കേന്ദ്ര വിഹിതം, അതുപോലെ തന്നെ MLA ചെയ്യുന്നതും MP ചെയ്യുന്നതും ഒക്കെ ഈ നഗരസഭ, കുന്നംകുളം നഗരസഭയിൽ എന്ത് വികസനം നടത്തിയിട്ടുണ്ടോ ആ വികസനമാണ് ഞങ്ങൾക്ക് എടുത്തു കാട്ടാനുള്ളത്. ഇപ്പോൾ ഇവർ BJPയുടെ പ്രതിനിധിയായാലും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായാലും MLA വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം ഞങ്ങൾക്ക് ഒരു MP ഉണ്ടായിരുന്നു. ഒരു അവസാന ഘട്ടത്തിൽ അത് പറയാൻ പറ്റില്ല. അല്ല, ഇവർ ചോദിച്ച ഞാൻ പറയുമ്പോൾ അതിലേറെ പറയാൻ പറ്റില്ല. ഞാൻ അക്ഷരം വേണ്ടിയില്ല. ഇതുവരെ ഞാൻ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയാൻ പറ്റില്ല. അഭിജിത്ത് എന്നെ പറയാൻ അല്ലെങ്കിൽ അവർ പറയട്ടെ. അതല്ല, 5 വർഷത്തെ നിങ്ങൾ ആലോചിച്ചതിന് പ്രധാന മറുപടിയാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. കേട്ടതിന് ശേഷം സമയം പോകുന്നു. അതുകൊണ്ടാണ് ഈ MP എന്ന രീതിയിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കുന്നംകുളം നഗരസഭയിലെ മന്ത്രിയായിരിക്കുന്ന സമയത്തും MLA ആയിരിക്കുന്ന സമയത്തും കുന്നംകുളം നഗരസഭയിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം അത് കുന്നംകുളം നഗരസഭയുടെ വികസനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്, ജനങ്ങൾ കാണുന്നത്. അത് കുന്നംകുളം നഗരസഭയിൽ അല്ലാതെ വരില്ലല്ലോ. ഇവിടെ എന്തൊക്കെ വികസനം വന്നിട്ടുണ്ടോ അത് നഗരസഭയുടെ വികസനം തന്നെയാണ്. നഗരസഭയുടെ ഫണ്ട് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു വികസനം നടത്താൻ കഴിയില്ല. കാരണം ഈ നികുതി പണം കൊണ്ട് നമുക്ക് എന്ത് വികസനം നടത്താൻ പറ്റും? പിന്നെ വികസനം വന്നില്ല എന്ന് കണ്ണടച്ചിരുട്ടാക്കുന്നത് ശരിയല്ല. ഇവിടെ സമ്പൂർണമായി എല്ലാ പ്രദേശങ്ങളിലും വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞു. IRTC ആണെന്നാണ് ഇവിടെ പ്രതിപാദിച്ചത്. അങ്ങനെ IRTC ഇവിടെ അവർക്ക് ഇംപാനൽ ചെയ്ത ഏജൻസി അല്ല. IRTC എവിടെ ഒരു DPR തയ്യാറാക്കില്ല. അത് DPR തയ്യാറാക്കിയത്. അതുപോലെ തന്നെ കുടിവെള്ളത്തിന് 10 ലക്ഷം രൂപ നൽകുന്നു നഗരസഭ IRTCക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ കണക്ക് മാലിന്യ സംസ്കരണം ആരോപണം നിഷേധിക്കുന്നു. അത് വസ്തുതയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. 10 ലക്ഷം രൂപ നഗരസഭ കൊടുക്കുന്ന
രണ്ട് സ്റ്റാഫ് എന്തിന്റെ പേരിലാണ് 10 ലക്ഷം? സാങ്കേതിക വിദ്യ നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫിന്റെ ചെലവ് എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയോളം നഗരസഭ ഒരു സാങ്കേതിക വിദ്യ പറഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത് നഗരസഭ നേരിട്ടാണ്. നഗരസഭ നേരിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. ഈ ഒരു ആരോപണത്തിലേക്ക് നഗരസഭ 10 ലക്ഷം രൂപ ഒരു കൊല്ലം അതിന്റെ സ്റ്റാഫിന് വേണ്ടി കൊടുക്കാൻ മറ്റ് ആരോപണങ്ങൾ പ്രധാന നമുക്ക് വളരെ വേഗം മറുപടികളിലേക്ക് അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്ന അവരുടെ വളം വിറ്റ് കിട്ടുന്ന പൈസയിൽ എത്ര കുറവുണ്ടോ അത് മാത്രമേ നമ്മൾ നേരിട്ടാണ് ചെയ്യുന്നത്. IRTC ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അതിന്റെ സാങ്കേതിക പരിജ്ഞാനത്തിന് വേണ്ടി മാത്രം 5 ലക്ഷം അതിനത്ര വലിയ തുക വല്ലതും 10 ലക്ഷം ഒന്നുമില്ല. 5 ലക്ഷം രൂപ കൊടുക്കുന്നു. 5 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം എന്നാണോ? അതാണ് അതേപോലെ തന്നെ ചെയർപേഴ്സൺ പറഞ്ഞാൽ 10 ലക്ഷം ഇല്ല 5 ലക്ഷം കൊടുക്കുന്നുണ്ട്. ഓക്കെ അതിനെ കാരണം മറ്റു മറുപടികൾ ധാരാളമായ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് 5 ലക്ഷത്തിനോടൊപ്പം എല്ലാ സൗകര്യവും അതിന്റെ ഭാഗമായിട്ടാണ് 2,20,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ലിഫ്റ്റാണ് ഇവിടെ വരുന്നത്. ലിഫ്റ്റ് വെച്ച് ചെയർമാനല്ല അതിന് മുകളിൽ വരെ പോകാനുള്ള സംവിധാനത്തിൽ ലിഫ്റ്റ് വെക്കുക. അതിന്റെ സ്വയം കഷ്ടം കഴിഞ്ഞ് ഇതിന്റെ ഈ ഭരണസമിതിയുടെ കാലത്ത് അതിന് പ്രവർത്തനം ആരംഭിക്കും. അതായത് മന്ത്രിസഭ സംസ്ഥാന മന്ത്രിസഭ കേരള മുതൽ പറയുന്ന ഭിന്ന സൗഹൃദമായ സംസ്ഥാനം ആക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തുടക്കത്തിൽ നമുക്ക് അവരുടെ ആരോപണം അതാണ്. അതായത് ഈ ഒരു അവസാന കാലഘട്ടത്തിൽ പോലും പല പദ്ധതികളും എത്തുന്നതാണ്. ഏത് തദ്ദേശ സ്ഥാപനത്തിലാണ് ലിഫ്റ്റ് ഉള്ളത് ഒന്ന് പറഞ്ഞു തന്നെ. അല്ല അവരെ ഉദ്ദേശിക്കുന്നത് പല പദ്ധതികളും ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കാൻ പോകുമ്പോൾ പോലും പദ്ധതികൾ പ്രഖ്യാപനത്തിൽ മാത്രം ഓരോ കാലഘട്ടങ്ങളിലെ 20, 21, 22, 23, 24, 25 നിർദ്ദേശങ്ങൾ പ്രഖ്യാപനങ്ങൾ ശതമാനം ഫണ്ട് ചെലവഴിക്കുന്ന നഗരസഭയാ. അപ്പൊ ഫണ്ട് ചെലവഴിക്കാതെയല്ലോ ഇവിടെ വികസനം നടത്താതെയല്ലോ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അതായത് പറഞ്ഞു വെള്ളം വെളിച്ചം അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ 75 കോടി രൂപയോളം വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടി ചെലവഴിച്ചു. അതുകൂടാതെ ഇപ്പോഴും വലിയൊരു തുക ജലവിതരണത്തിന് നൽകുന്നു. ഭൂമിക്കടിയിൽ ഏപ്രിൽ മാസം തൊട്ട് നമ്മൾ കുടിവെള്ളം കൊടുക്കാറുണ്ട്. അത് ഈ പ്രാവശ്യം വളരെ രൂക്ഷമായതിന്റെ ഭാഗമായിട്ട് മാർച്ച് ആദ്യം തന്നെ വെള്ളം കൊടുക്കേണ്ടി വന്നു. അത് ചില വാർഡുകളിൽ എത്ര ബോർവെല്ലുണ്ടായാലും വെള്ളം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? പിന്നെ ഇപ്പൊ അമൃതിന്റെ കേന്ദ്രത്തിന്റെ ഒരു ഫണ്ട് വന്നു. അത് നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു. ഫണ്ട് വന്നു, പൈപ്പ് ഇട്ടു, വെള്ളം വന്നിട്ടില്ല. ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. അതില് 14 പ്രൊജക്ട് ഒക്കെ തയ്യാറാക്കി. കുന്നംകുളം നഗരസഭയുടെ മാത്രം പ്രശ്നമല്ല, നമ്മൾ പോകുന്ന എല്ലാ പഞ്ചായത്തുകളും നഗരസഭകളിലും ഒക്കെ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അതിനപ്പുറത്തേക്ക് തനത് ഫണ്ട് ശേഖരണത്തിലടക്കം വലിയ വീഴ്ച വരുത്തിയെന്നാണ് പറയുന്നത്. തനത് ഫണ്ടുകളുടെ കുറവുണ്ടാകുന്നു. അത്തരത്തിലേക്ക് കുറവില്ല. ഇവിടെ ഇപ്പോഴും നല്ല ബാലൻസ് നഗരസഭയുടെ ഫണ്ട് ഉണ്ട്. അത് കാര്യത്തിൽ ഉറപ്പുണ്ട്. ആർക്ക് വേണം പരിശോധിക്കാം. ഒരു തരത്തിലും തനത് ഫണ്ടിന്റെ ഒരു കുറവില്ല. 100% ഫണ്ട് പിരിച്ച് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള നഗരസഭയാണ് കുന്നംകുളം നഗരസഭ. അതിപ്പോഴും കഴിഞ്ഞ വർഷം ഇപ്പോഴും നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ വരുമാനം നികുതി പിരിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ വരുമാനം കുറയുക? നഗരസഭയുടെ വരുമാനം എന്നതുകൊണ്ട് മാത്രം ഒരു നഗരസഭയുടെ വികസനം നടത്താൻ കഴിയില്ല. അതിന് നമുക്ക് കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി സംസ്ഥാനത്തിന് കൊടുക്കണം. സംസ്ഥാനം അപ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക. അതിനപ്പുറത്തേക്ക് തനത് ഫണ്ടിന് അതായത് ചില വരുമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ബസ് സ്റ്റാൻഡിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പല ബഹുനിലയിൽ പലതും താഴെ നിലയിലുള്ളതൊക്കെ പോയി കഴിഞ്ഞു. മുകളിലുള്ളത് ഇപ്പൊ ലിഫ്റ്റ് വെക്കാനുള്ള വർക്ക് അവിടെ കഴിഞ്ഞ ഈ മാർച്ച് ഫസ്റ്റ് വീക്കിൽ 8-ാം തീയതി തൊട്ട് പണി ആരംഭിച്ചിട്ടുണ്ട്. പണി കഴിയാറായി. അത് കഴിഞ്ഞാൽ ആ മുകളിലത്തെ 3 നിലയിലേയും കൊടുത്തു കഴിഞ്ഞാൽ വരുമാനം ഓട്ടോമാറ്റിക്കായിട്ട് വരും. എല്ലാം ഒറ്റയടിക്ക് വരുമാനം വരില്ലല്ലോ. തദ്ദേശ ഒരു ഭരണസമിതി ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട്. അപ്പം നമുക്ക് ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാൾ 17 വർഷം പകുതി കെട്ടിട്ട ഒരു കെട്ടിടമായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 1-ാം നില കഴിഞ്ഞു. അതിൻ്റെ തുടർച്ച 2-ാം നില നമ്മൾ പണിതു. ഇപ്പം ഏറ്റവും വിശാലമായ ഒരു
സംവിധാനം വന്നു. അപ്പോൾ ഒരു തുടർച്ചയാണത്. ഏതൊരു ഭരണം, ഏതൊരു വികസനം, അടുത്തു വരുന്ന ഭരണം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ചെയ്യുക. അതല്ലാതെ ആദ്യം ചെയ്തത് പറയാൻ പാടില്ല. ഇപ്പോഴത്തെ 4 വർഷത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം 20-21 കാലഘട്ടം കോവിഡിൻ്റെ കാലഘട്ടം നമുക്ക് ഫണ്ട് കൃത്യമായി ലഭിച്ചിരുന്നില്ല. മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരുന്നത്. അതിനുശേഷം സംസ്ഥാനത്തിന് കിട്ടേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ കേന്ദ്രം കൊടുക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിനും വേണ്ട രീതിയിൽ ഫണ്ട് തരാൻ സാധിച്ചിരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചെയർമാൻ സമ്മതിച്ചു. ഇതുവരെ ആദ്യത്തെ നിലയില്ലാത്തൊരു നിലയിൽ റൂമുകൾ പോയിട്ടില്ല. നമുക്ക് പല പദ്ധതികളും ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ കയ്യിലെ കാശുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലോൺ എടുത്തിട്ടാവാം ചില പദ്ധതികൾ നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്നു. അത് കാലാകാലങ്ങളിൽ അത് അടച്ചു തീർക്കണം. അടച്ചു തീർക്കണമെങ്കിൽ എവിടെന്നാ മുഴുവൻ വെല്ലോന്റെ പൈസ വേറെ ഭാഗത്ത് വരുന്ന പൈസ കണ്ടിട്ട് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റില്ല. നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റും. അപ്പൊ അതിന് വരുമാനം കൂട്ടണം. 8 കോടി രൂപ നമ്മുടെ നാട്ടിലേക്ക് എടുത്തപ്പോ അടച്ചു അതായത് കൗൺസിലർമാർ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ കഴിഞ്ഞ ഭരണ തുടർച്ചയാണ് സ്വാഭാവികമായിട്ടും ഓരോ ഭരണസമിതിക്കും ഉള്ളത്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത് തനത് ഫണ്ട് ശേഖരണത്തിൽ അടക്കമുള്ള പദ്ധതികൾ ഒന്നും തന്നെ ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് വരുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധി ഒരു ഘടകമാണെങ്കിൽ പോലും അപ്പുറത്തേക്ക് മറ്റു പദ്ധതികളൊന്നും തന്നെ വരുന്നില്ല എന്നാണ് അവർ പ്രധാനം. എന്നാലും നമുക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കേണ്ട. കാരണം പറഞ്ഞല്ലോ, നമ്മള് ലോൺ എടുത്തുകൊണ്ടാണ് ഈ ലൈഫ് പദ്ധതി, PMAY പദ്ധതി 1675 പേർക്ക് വീട് കൊടുത്തത്. അത് ആദ്യം തന്നെ 50 പേരെ വീട് പൂർത്തിയാക്കുന്ന പ്രവർത്തനം ലൈഫ് പദ്ധതിയിലൂടെ ഏറ്റവും ആദ്യം നടപ്പാക്കിയത്. പേരുമാറ്റമല്ല, പിന്നെ ഒരു PMAY അത് നഗരസഭാ ഭവൻ എന്നാണ് എഴുതുന്നത്. ഈ 2 ലക്ഷം രൂപ നഗരസഭ കൊടുക്കുമ്പോൾ ഏത് വിധേനയുള്ള ഫണ്ടുകളാണെങ്കിൽ പോലും ജനങ്ങൾക്ക് വികസനം വെച്ചാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഓക്കെ, അതിനപ്പുറത്തേക്ക് മാക്സിമം നമ്മൾ ലോൺ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ഈ ലോണിലേക്കുള്ള സംഖ്യ നമ്മുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് പിടിച്ചിട്ടാ വരുന്നത്. അത് അത്രയും പൈസ ഓരോ ഘട്ടങ്ങളിൽ കുറയും. അപ്പൊ അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ കുറയും. അത് ഏത് തദ്ദേശ സ്ഥാപനത്തിനും ബാധിക്കുന്നതാണ്. ഓക്കെ, തീർച്ചയായും. കാരണം ഈ അപ്പുറത്തേക്ക് പ്രധാനമായിട്ട് നമ്മൾ മാലിന്യമുക്ത നവകേരളം പറഞ്ഞു. ഒപ്പം തന്നെ നഗരസഭ മുൻപ് തന്നെ ക്ലീൻ സിറ്റി ആയി എന്നും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ, അറവുശാലയുടെ ഒരു കാര്യം പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോഴുള്ള മാംസം മാർക്കറ്റ് വളരെ ശോചനീയമാണ്, മാലിന്യമാണെന്ന് പറയുന്നുണ്ട്. മൂക്കുപൊത്തി മാത്രമേ ഇവിടെ സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂ. ഇവിടെ അറവുശാല ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഞാനും ഈ നാട്ടില് ഞാൻ പൊതുപ്രവർത്തനത്തിന് 10-30 വർഷമായി. ഇവിടെ ഉണ്ടായിരുന്ന അറവുശാല ലൈസൻസ് ഇല്ലാത്തതായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത അറവുശാല ആയതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ അത് അടയ്ക്കേണ്ടി വന്നത്. പിന്നെ നമുക്ക് ലൈസൻസ് ഉള്ള ഒരു അറവുശാലയ്ക്ക് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടം തന്നെയായിരുന്നു. ഇപ്പോഴാണ് നമുക്കത് ഒരു ഫണ്ട്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഈ അറവുശാലകൾക്ക് 12 വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന 5% പലിശ വെച്ച് 12 വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന ഒരു പദ്ധതി നമുക്ക് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇമ്പാക്റ്റ് കേരളയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയിൽ നിന്ന് ഈ പൈസ ഏറ്റെടുക്കാനും ഈ എടുക്കുന്ന കരാറുകാർ 12 വർഷം അത് നടത്തുകയും അവർ ഈ 5% പലിശയും ഇതിൻ്റെ ലോൺ എടുത്തുള്ള സംഖ്യ നഗരസഭയ്ക്ക് അടയ്ക്കുകയും ചെയ്ത്, അപ്പോൾ നഗരസഭയ്ക്ക് ബാധ്യതയില്ലാത്ത രീതിയിൽ ആ രീതിയിലാണ് ഇപ്പോൾ ഈ അറവുശാലയ്ക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി തന്നെയാണ്. അവിടെ നടക്കുന്ന പല സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്നാണ് അദ്ദേഹം. മാർക്കറ്റിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ചാവക്കാട് നഗരസഭയിലെ ലൈസൻസ് ഉള്ള ചെറുതാണ് അവിടെ, അതിൽ കൊണ്ടുപോയി അറുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ലൈസൻസ് കുന്നംകുളം നഗരസഭയിലെ അറവുശാലയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ കൃത്യമായ പരിശോധന നടക്കുന്നില്ല എന്നുള്ളത് വലിയ. നേരത്തെ പറഞ്ഞ വലിയൊരു ആരോപണം സീവേജ് പ്ലാന്റിന്റെ കാര്യത്തിൽ, അതിലെന്താണ്? നിങ്ങൾ പോകുമ്പോൾ നോക്കിക്കോ, ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും ആദ്യം ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പാക്കിയിട്ടില്ല എന്ന്. STP ആദ്യമായി സ്ഥാപിച്ചത് നഗരസഭയോട് ചേർന്നിട്ടുള്ള ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ പോയി നോക്കിക്കോ, അത് 10 KLDD ആണ്. ഏറ്റവും പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ് അതിൽ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെയാണ് 60 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ചെയ്യുന്നത്. ഒറ്റയടിക്ക് എല്ലാം ഒരു വിപ്ലവം നടത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമാവില്ല. അതിനുള്ള ഫണ്ട് നമുക്കുണ്ടാകണം. ആ ഫണ്ടിനനുസരിച്ച് കൃത്യമായി നിർവഹണം നടത്തിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഒരു രീതി എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള 10 വർഷത്തെ രീതിയിൽ, അത് ഒന്ന് ഇപ്പം ഈ ഭരണത്തിൻ്റെ തുടർച്ചയാണ് അടുത്ത ഭരണം വരിക. അത് ആര് X or Y
ആരായാലും അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ചെയ്തു വെച്ചുള്ള പൂർണ്ണമായിണ്ടാവില്ല, അതിന്റെ വീണ്ടും മോഡിഫിക്കേഷൻ വരേണ്ടതുണ്ടാവും. അപ്പൊ അത് തുടർച്ചയായിട്ടുള്ള വികസന പ്രവർത്തനമാണ്. അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയില്ല. ഇവിടെ കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞു BJPയുടെ പ്രതിനിധി. എവിടെയാണ് കണ്ണു കാണാത്തത്? സമ്പൂർണ്ണമായിട്ട് എല്ലാ വാർഡുകളിലും 100% സ്ട്രീറ്റ് മെയിൻ വലിക്കുന്ന പദ്ധതികളുമായിട്ടാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇപ്പോൾ അവസാനം കുറച്ച് വാർഡുകൾ വളരെ അപൂർവം, ഒരു 20 മീറ്റർ 50 മീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അതും നമ്മൾ 10 ലക്ഷം വെച്ചിട്ട് ഈ കഴിഞ്ഞ 24-25 വർഷത്തെ പദ്ധതിയിൽ ഇപ്പോൾ അതിൻ്റെ ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ഈ വർഷത്തെ 25-26 അപ്പോൾ കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നോക്കിയാൽ കണ്ണ് കാണില്ല, കണ്ണ് തുറന്ന് വെളിച്ചു നോക്കിയാൽ വികസനവും കാണും വെളിച്ചവും കാണും. അതാണ് പറയാം. ചെയർപേഴ്സൺ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ എപ്പോഴും സംസാരിക്കുമ്പോൾ നോക്കിയോളൂ, കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് കഴിഞ്ഞ കൗൺസിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കൗൺസിലാണ്. എന്തെങ്കിലും പ്രവർത്തി നടത്തില്ല കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്താണ്. ഈ കൗൺസിൽ കാലത്ത് ഒന്നും നടന്നിട്ടില്ല. ഭരണ തുടർച്ച ഒരേ ചെയർപേഴ്സൺ ഒരേ ഭരണത്തിൽ വരുമ്പോഴുള്ള തുടർച്ചയാണെന്നാണ് പറയുന്നത്. 57 EMS സർക്കാർ അതിന്റെ തുടർച്ചയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഒരു കൗൺസിൽ 57 EMS കുറഞ്ഞ വികസനം തന്നെയാണ് നാട് കേരളമാക്കി മാറ്റിയത്. അതിലേക്ക് കടക്കണ്ട, നമുക്ക് നഗരസഭയിൽ നമുക്ക് ചർച്ച ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ഭരിച്ചിരുന്ന ആളുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാ. നമ്മൾ 3 ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ വെച്ച് എല്ലാ ആളുകൾക്കും ഭക്ഷണ കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യഘട്ടം ഇത് സമ്പൂർണ്ണ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് അന്ന് ഇത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു ഏറ്റവും ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ സ്കൂളുകൾ തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിലുള്ള സ്കൂളുകളെ സമീപിക്കുക. അവർ പല സ്കൂളുകളും നമ്മളെ സഹായിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വർഷം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതിനുശേഷം നമ്മൾ ഫണ്ട് വെച്ച് കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുക. വീടില്ലാത്ത ആളുകൾക്ക് വീട്. അതുപോലെ ഇപ്പൊ അടുത്താണ് ഒരു കൗൺസിലിൽ അതിന് ബഹളം വെച്ച് പോകുമ്പോൾ അവർ അറിയണില്ല. ചികിത്സ നടത്താൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പൈസ ഇപ്പോൾ കൊടുത്തുള്ളൂ. അതുപോലെ മരുന്നിന് പൈസ, അതുപോലെ അവർക്ക് ഭക്ഷണം, അതുപോലെ വീട് റിപ്പയറിങ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ആധാർ കാർഡ് ഇല്ലാത്തവരുണ്ടായിരുന്നു, റേഷൻ കാർഡ് ഇല്ലാത്തവരുണ്ടായിരുന്നു, കുടിവെള്ളം കിട്ടാത്തവരുണ്ടായിരുന്നു. ഇതെല്ലാം പൂർണ്ണമായി നടപ്പാക്കിക്കൊണ്ടാണ് സമ്പൂർണ്ണ അതിദരിദ്രമില്ലാത്ത നാട് എന്ന് പ്രഖ്യാപിച്ചത്. വെറുതെ പറയുന്നതല്ല, അത് കണ്ണടച്ചിട്ടാക്കി കഴിഞ്ഞാൽ ഈ കുന്നവളത്തെ പരിശോധിച്ച് അറിയാം നമ്മുടെ ഇവിടുത്തെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്താണെന്ന്. ഓരോ കോളനികൾ ഓരോ അവരുടെ ജീവിത നിലവാരം അറിയാലോ. ഒരു ദാരിദ്ര്യം ഉള്ള രാജ്യം ഇല്ലാത്ത രാജ്യം തമ്മിൽ അവരുടെ ജീവിത നിലവാരം നമ്മൾ നേരിട്ട് സന്ദർശിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഇവിടുത്തെ ഭരണസമിതിയെ കുറിച്ച് കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ട് മറ്റൊരു പ്രധാന ആരോപണം തെളിനീർ പദ്ധതി വെറും ഫോട്ടോയിൽ ഒതുങ്ങിയെന്നാണ് പറയുന്നത്. തെളിനീരൊഴുകും പദ്ധതി കൃത്യമായി തോടുകൾ 24 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് നമ്മൾ അർബൻ അഗ്ലോമറേഷൻ്റെ ഒരു തോട് സൈഡ് കെട്ടി ഇതാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ചീപ്പിടുകയും ട്രാക്ടർ ഇറങ്ങാനുള്ള റാമ്പ് കെട്ടുകയും തെളിനീരൊഴുകാന്ന് ആ തോട് വൃത്തിയാക്കിയിട്ടാ. അല്ലാണ്ട് വെറുതെ അല്ല തെളിനീരൊഴുകുന്നില്ല ഇല്ലാന്ന് പറയണ്ടേ. എന്റെ വാർഡിലാണ് ആദ്യം ചെയ്തത്. അവിടെ ആ തോട് കൃത്യമായി നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികള് അതിൽ ക്ലീൻ ചെയ്ത് ഏറ്റവും നല്ല തെളിനീര് തന്നെ ഒഴുകുന്നത്. തെളിനീര് ഒഴുകുന്നതിൽ വല്ല മാലിന്യം കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള 400 മീറ്റർ റോഡിന്റെ അതിലെ പ്ലാനില് ഇന്നും ഔട്ടും ഉണ്ട്. ആ ഇന്നും ഔട്ടും യാത്രക്കാർക്ക് നടക്കാനുള്ള ഒരു ഫുട്പാത്ത് ഉണ്ട്. നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. ജനങ്ങൾക്ക് സെൻട്രിൽ കൂടെ ജനങ്ങൾക്ക് നടന്നു വരാനുള്ളവർക്ക് ഫുട്പാത്ത്. ഒരു ഭാഗത്തുകൂടെ ബസ് പുറത്തു പോകാൻ, ഒരു ഭാഗത്തൂടെ ബസ് അകത്തേക്ക് വരാൻ. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ വേറൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരെ പല പ്രാവശ്യം നമ്മൾ ചർച്ച നടത്തിയതാണ്. ഇപ്പോൾ ഏകദേശം അത് നമുക്ക് തരാമെന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ അത് നമ്മൾ സ്ഥലം അക്വിസിഷൻ നടത്തി അത് പൂർണ്ണമായി എടുക്കാന്ന് വെച്ചാൽ കുറേയധികം സ്ഥലം എടുക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ വാഹനങ്ങൾക്ക് ഇന്നും ഔട്ടും ഉള്ള സംവിധാനം തന്നെയാണല്ലോ. ഓക്കെ, എന്തായാലും ചർച്ചകൾ ഈ വിധം ഇങ്ങനെ നീങ്ങാൻ കാരണം മറ്റെന്തെങ്കിലും ജനകീയ വിഷയങ്ങളിലേക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഈ ചെയർപേഴ്സൺ മുൻകൂട്ടി പറഞ്ഞു ഇവിടെ നടന്നിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയർപേഴ്സൺ എന്ന് പറയുന്നതാ. കഴിഞ്ഞ 4 വർഷമായിട്ട് സീതാരവീന്ദ്രനോട് ഭരിച്ചത് ഇന്ന് ഞങ്ങൾ ചെയ്തില്ലേ എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഒരു പ്രവൃത്തി ഇവിടെ ഇല്ല, നമ്മളത്തില്ല. ഈ ഒരു കാലത്ത് എല്ലാ കാലത്തും കൗൺസിൽമാർ പറയാണ്ട് പല പരിപാടികളും ദ്രവമാലിന്യ സംസ്കരണം കൊണ്ടുവന്നത് ഈ ഭരണസമിതി. എവിടെ ഏത് ദ്രവമാണ്? ഒരു ഹോട്ടൽ നടക്കുന്നുണ്ട്. ആ ഹോട്ടലിന്റെ അവിടെ ഒരു ടാങ്ക് വെച്ച
ദിവസത്തിൽ 100 പേര് ഊണയിക്കുന്ന ദിവസത്തിൽ 100 പേര് ഊണ് 100 പേര് 500 പേര് ഊണ് കഴിക്കുന്ന സ്ഥലത്ത് ഒരു സെപ്റ്റ് ടാങ്ക് അല്ലെങ്കിൽ അല്ല ഇവിടെ മാത്രം ഒരു എനിക്കാണ് പദ്ധതി. അവിടെ കൈയ്യെഴുതുന്ന വെള്ളം മാത്രം നോക്കിക്കോ അവിടെ അത് ദ്രവമാലിന്യ ചെയ്യാൻ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് വേറൊന്നുമില്ല. കൈയ്യെഴുതുന്ന വെള്ളം സംസ്കരിച്ചു കഴിഞ്ഞാൽ ദ്രവമാലിന്യ സംസ്കരണം ആവുമോ? തീർച്ചയായും പദ്ധതികൾ നമുക്ക് സമയത്തിലേക്ക് ഈ പ്രതിപക്ഷം തന്നെയാണ് ഈ ഇവിടുത്തെ കുട്ടികളുടെ പാർക്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല, നഗരസഭയിലേക്ക് മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കാന്നുള്ള അവർ ഉത്തരവാദിത്തമായി പരിഹരിച്ചു എന്ന് പറയണ്ടേ? തീർച്ചയായും 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 വളരെ നമുക്ക് സമയപരിമിതി. ഒരു കാര്യം കൂടി നഗരസഭയുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. അത് കൃത്യമായി ഈ ഒരു കാലഘട്ടത്തില് ഈ 5 കൊല്ലത്തെ കാര്യം മാത്രം എടുത്തിട്ട് എന്തൊക്കെയാണ് നഗരസഭയിൽ നടക്കാത്ത കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞത്. അതിന് ന്യായീകരണം ചെയർമാനെ പലത് പറയേണ്ട. തീർച്ചയായും തീർച്ചയായും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ അതിന് മുന്നേ നടന്ന ഭരണസമിതിയെ വിലയിരുത്തുകയും അതാണ് മുന്നിൽ വെക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഭരണസമിതി പറഞ്ഞു പഴയ പട്ടണമാണ്, ആ പട്ടണത്തിൽ ടൗൺ ഹാള് അതൊക്കെ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇവിടെ കാലങ്ങൾക്ക് മുമ്പേ കാലത്തിനനുസൃതമായ വീണ്ടും ആരോപിക്കുന്നത് ഉദ്ഘാടനങ്ങളൊക്കെ ഫോട്ടോ സഹിതം അല്ല ഏതൊരു പദ്ധതികളാണെങ്കിലും നഗരസഭയ്ക്ക് വികസനമാണ്. നഗരസഭയുടെ വികസനമല്ലേ ഇതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ഫോട്ടോ സഹിതമുള്ളതാണ്. ഞങ്ങൾ വെറുതെ പറയേണ്ടതല്ല, ഇതിനൊക്കെ രേഖകളുണ്ട്. ഞാൻ വെറുതെ വന്നതല്ല, കൃത്യമായി ഓരോ ഉദ്ഘാടനങ്ങളുടെ രേഖകളാണ് പറയുന്നത്. ഒരു വ്യക്തതയോടുകൂടി ഒരു നഗരസഭയുടെ വികസനത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ആ സൂചിപ്പിച്ചതിനൊന്നും ഇന്ന് പരിഹാരമില്ല, എന്നുവെച്ചാൽ 4.5 കൊല്ലമായിട്ട് പരിഹാരമില്ല. അത് പരിഹരിക്കപ്പെടും. ആ പരിഹരിക്കപ്പെട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് പരിഹരിക്കപ്പെടാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഈ മുരളി ആദ്യം പറഞ്ഞ പോലെ CPM കൂടെ ഭരിക്കുന്നു, CPM MLA, CPM കേരളത്തിൽ ഭരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ പിന്നെ മുരളിയുടെ പാർട്ടിയാണ് ഇവിടെ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. ഏകോപനമില്ലായ്മയുണ്ടോ? പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള ഇവിടുത്തെ കുന്നംകുളത്ത് എന്തൊരു വികസനം പറഞ്ഞാലും ഞങ്ങൾ പരിപൂർണ്ണ സഹകരണ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളെ തടസ്സം കൊണ്ട് എന്തെങ്കിലും പ്രവർത്തികൾ നടക്കാണ്ട് ചെയർപേഴ്സൺ പറയട്ടെ, പൊതുജനത്തിന് മുന്നേ പറയട്ടെ, പ്രതിപക്ഷത്തിന്റെ പ്രശ്നം കാരണമാണ് അല്ലെങ്കിൽ അവരെ എതിർപ്പ് കാരണമാണ് ഇന്ന വികസനം നടക്കാത്തത് എന്ന് പറയാ. ഒരു പ്രവർത്തി ചൂണ്ടിക്കാണിക്കട്ടെ, ഉണ്ടാവില്ല. സമ്മതിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വികസനം നടക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ മലബാറിലൊക്കെ പറയാറുണ്ട്, പരസ്യമായിട്ട് പറയാ ഒരു പഴമൊഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനിയത്തിനെ കാണിച്ചു കൊടുത്തിട്ട് ചേച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ലേ? പണ്ട് ഇവിടെ നാട്ടിലെ ഈ പഴയ മലബാർ പ്രദേശ ജനങ്ങൾ പറഞ്ഞിരുന്ന എന്നതുപോലെ MLA പ്രവൃത്തി കാണിച്ചു കൊടുത്തിട്ട് കുന്നംകുളത്തിന്റെ വികസനം എന്ന് പറയുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സൂത്രം MLA ചെയ്യുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ പണിയുന്നുണ്ട്. നഗരസഭയ്ക്ക് തനത് ഫണ്ടിന് അപ്പുറത്തേക്ക് ഇതുപോലെ MP-മാരുടെയും MLA-മാരുടെയും സംസ്ഥാനത്തിന്റെ കേന്ദ്രത്തിനൊക്കെ ഫണ്ടുകളൊക്കെ ഉണ്ടാകും വികസന പ്രവർത്തനം നടത്താൻ കഴിയുക. തീർച്ചയായും അതിനപ്പുറത്തേക്കുള്ള ചില തനത് ഫണ്ടിന്റെ ശേഖരണത്തിലെ കുറവാണ് 13 കോടി രൂപയോളം ചെലവഴിക്കുന്നത് ഈ നഗരസഭയിലല്ലേ? ഓരോ വർഷവും അത് 100% 17 ആ പൈസ നഗരസഭയുടെ ഫണ്ടല്ലേ? അതിവിടെ ചെയ്യില്ല. ഏകോപനമില്ല ഈ നഗരസഭാ ഭരണത്തില്. ഈ 5 കൊല്ലം ഉണ്ടായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത് നമുക്ക് ഈ 5 കൊല്ലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പോഴും അവർ ആരോപിക്കുന്നത് കഴിഞ്ഞ 5 വർഷങ്ങൾ മറ്റേ സീത ചെയർപേഴ്സൺ ചെയ്ത വികസന പദ്ധതികളുടെ നടത്തിപ്പ് മാത്രമാണ് ഈ ഒരു കാലയളവിൽ നടത്തുന്നതെന്ന്. അതിനപ്പുറത്തേക്ക് ഈ ഭരണസമിതിയിൽ പുതിയതായ പദ്ധതികൾ എന്തിയില്ല എന്ന് വീണ്ടും അവർ ആരോപിക്കുകയാണ്.
അതാണ് അവർ ഒന്ന് പറയുന്ന ചോദിക്കാൻ കാര്യങ്ങൾ. ചെയർപേഴ്സൺ കഴിഞ്ഞ 4 വർഷമായിട്ട് തന്നെ ഈ കുന്നംകുളം നഗരസഭയിൽ ഭവന നിർമ്മാണം ഭരണ തുടർച്ചയ്ക്ക് അപ്പുറത്തേക്ക് പുതിയ പദ്ധതികൾ വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 6.5 കോടി രൂപ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുത്തത് അവിടുത്തെ അത് MLA ഫണ്ടല്ല. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ നിരവധിയായി കൊണ്ടുവന്ന് FSTP കൊണ്ടുവന്ന് പുതിയ മൊബൈൽ FSTP വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ മാർച്ച് 31 അത് വരിക 44 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അത് ഓരോ പ്രദേശത്തും മാലിന്യങ്ങൾ സഖ്യതെടുത്ത് ട്രീറ്റ് ചെയ്യാനുള്ളതാ. അതൊക്കെ മാലിന്യ സംസ്കരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടുകൾ ഏതുമാകട്ടെ നഗരസഭയ്ക്ക് വികസനം എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, അതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറകള് നിരവധി സ്ഥലത്ത് പൂർത്തിയാകാത്ത കമ്മ്യൂണിറ്റി ഹാളിന്റെ 2ാം ഘട്ടം അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങള് ഇപ്പൊ നമ്മുടെ നഗരസഭയുടെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ ഹെൽത്ത് അനക്സ് പണിതത് ഈ ഭരണസമിതിയുടെ ഈ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇവര് പറഞ്ഞില്ലേ ഈ വനിതാ ഹോസ്റ്റൽ നടപ്പിലാക്കാൻ നഗരസഭയുടെ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് കാലാകാലങ്ങളായി പറയുന്ന കാര്യങ്ങൾ മുൻഗണനാ ക്രമത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാലാകാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങളാണ് ബസ് സ്റ്റാൻഡ്, മാലിന്യ സംസ്കരണം, വനിതാ ഹോസ്റ്റല്, ആയുർവേദ ആശുപത്രി, ഹോമിയോ ഡിസ്പെൻസറി, സുഭിക്ഷ ക്യാൻറ്റീൻ തുടങ്ങി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഏത് കൗൺസിലിന്റെ ഇപ്പൊ ചെയ്യാൻ കൂടുതലൊന്നും ബാക്കിയില്ല. ആകെ 2 പദ്ധതികൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഈ 10 വർഷം വീണ്ടും നമുക്ക് അതേ വിഷയത്തിലേക്ക് തന്നെ പോകണം. എന്തായാലും നഗരസഭയുടെ വികസന നേട്ടങ്ങൾ ചെയർപേഴ്സണ് ഇങ്ങനെ വാദാവാദ സംസാരിക്കാനുണ്ടാവും, എണ്ണി പറയാനുണ്ടാവും. ഒപ്പം തന്നെ ചില പോരായ്മകൾ കൗൺസിലർമാർക്കും പറയാനുണ്ട്. എന്തായാലും ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വികസന നേട്ടങ്ങൾ ഇനിയും വന്നോട്ടെ. ഫണ്ടുകൾ ഏതുമായാലും ഭരണ തുടർച്ചയിൽ ജനങ്ങൾക്ക് വികസനം എത്തിയാൽ മതി, നഗരസഭ വികസിച്ചാൽ മതി. എന്തായാലും ഈ ഒരു സമയവും നമ്മോടൊപ്പം സഹകരിച്ച നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഒപ്പം തന്നെ കൗൺസിലർമാരായ മുരളി, ഒപ്പം തന്നെ ബിജു എന്നിവർക്കുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.